ഹായ്, ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി ഒരു സിനിമയല്ല, ഒരു സിനിമാറ്റിക് മാസ്റ്റർ പീസ് ആയിട്ടുമാണ്. എനിക്ക് പേഴ്സണലി ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇമോഷൻസ് ആണ്. അതായത് അത്ര വലിയ സ്കെയിലുള്ളൊരു മൂവി ആയിട്ട് പോലും ഓരോ കഥാപാത്രത്തിനും നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യിക്കാനുള്ള ഒരു എലമെന്റ് നോളം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓരോ ഡിസിഷനും ഒരു വെയിറ്റ് ഉണ്ട്, ഓരോ സീനും ഒരു പർപ്പസ് ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത മൂവി. അത് ഇപ്പം സ്റ്റോറി ടെല്ലിംഗ് ആയിക്കോട്ടെ, ആസ് എക്സ്പെക്റ്റഡ് ഫ്രം നോളൻ ബ്രില്യൻ്റ് ആണ്. ഒരിക്കലും ഓഡിയൻസിനെ സ്പൂൺ ഫീഡ് ചെയ്യില്ല. ഓരോ സീനും ശ്രദ്ധിച്ച് കാണും വേണം. സിനിമ കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നരേഷനാണ് ഫിലിം മൊത്തം. വിഷ്വൽസ്, CGI സിംപ്ലി ബ്രീത്ത് ഷേക്കിംഗ്. ലൈക്ക് CGI ഉണ്ടെന്ന് പോലും തോന്നാത്ത റിയലിസമാണ് നമ്മൾ ഓരോ ഷോട്ടിൽ നമുക്ക് ഫീൽ ചെയ്യുക. ഓരോ ഫ്രെയിമും ഓരോ വാൾപേപ്പറും വർത്തിയാണ്. ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗ്രാൻഡ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ആക്ഷനും ഫൈറ്റ് സീക്വൻസും മാസ് ആയതുകൊണ്ടല്ല, മെമ്മറബിൾ ആണ്. കാരണം ഒരുപാട് നമ്മൾ സാധാരണ പടങ്ങളെ ഭയങ്കര മാസ് ഇതൊന്നുമില്ല, പക്ഷേ കാണാൻ അടിപൊളിയാണ്. അവ കഥയുടെ ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എവ്രി ഫൈറ്റ് ക്യാരീസ് ഇമോഷൻ, ടെൻഷൻ ആൻഡ് മീനിങ്. എഡിറ്റിംഗ് ഡിസേർവ്സ് എ ഹ്യൂജ് അപ്രീസിയേഷൻ. ഇത്ര വലിയ കഥയെ ഒരു ഫ്ലോയിൽ കൊണ്ടുപോകുന്നതിന് എളുപ്പമല്ല. നോട്ട് എ സിംഗിൾ ഫ്രെയിം ഫീൽസ് അൺനെസസറി. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ആക്ഷനും അവരുടെ ആക്ടിംഗ് ഒക്കെ നമുക്ക് വേറെ ലെവലെന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏറ്റവും അടുത്ത് പറയേണ്ട ഒരു കാര്യം അതാണ്. ഗൂസ് പംസ് ആണ്. ഓരോ അതിൻ്റെ സൈലൻ്റ് ആയി പോകുന്ന മ്യൂസിക്കും ഫൈറ്റ് വരുമ്പോഴുള്ള മ്യൂസിക്കും എല്ലാം അടിപൊളി. സൈലന്റ് മൂമെന്റ്സ് പോലും സ്കോർ ചെയ്തുകൊണ്ട് പവർഫുൾ ആക്കിയിട്ടുണ്ട്. തിയേറ്റർ ഒരു എക്സ്പീരിയൻസ്, അത് തിയേറ്ററിൽ പോയി കാണാം കേട്ടോ. ആ എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെയാണ്. പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓരോ ആക്ടറും അവരുടെ കഥാപാത്രമായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഓവർ ആക്ടിങ്ങേ ഇല്ല, ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല. എവ്രി എക്സ്പ്രഷൻ felt real. Overall, Odyssey proves once again why Christopher Nolan is considered one of the greatest filmmaker of our time. ഇതൊരു മൂവി മാത്രമല്ല, തിയേറ്ററിൽ തന്നെ അനുഭവിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. സോ ആരും മിസ് ചെയ്യരുത്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക.